ഹായ് എവരിവൺ, വെൽക്കം ടു KS Mentor. KS Mentorന്റെ ഡിഗ്രി ലെവൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സാം ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല, നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ഇമ്പോർട്ടൻസ് മാത്രമല്ല, നിങ്ങളിൽ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ടോപ്പിക് കൂടിയാവും. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 12. ഓക്കെ, ആ ഒരു ആർട്ടിക്കിൾ 12നെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 12നെ കുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ഭരണഘടന കുറച്ച് മൗലിക അവകാശങ്ങൾ തരുന്നുണ്ടല്ലേ. ഏതിനകത്താണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 3, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് നമുക്ക് നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്നാൽ ഈ ആർട്ടിക്കിൾ 12-നകത്ത് പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ് എന്ന വാക്കിന്റെ ഒരു മീനിങ് ആണ്. ഓക്കെ, സ്റ്റേറ്റ് എന്ന ഡെഫിനിഷന്റെ അണ്ടറിൽ വരുന്ന എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 12, അതായത് മൗലിക അവകാശങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആർട്ടിക്കിൾസിൽ ആർട്ടിക്കിൾ 12 പറയുന്നത്. എന്നാൽ മാത്രമാണ് ഈ മൗലിക അവകാശങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൽ ഒരു വ്യക്തത വരുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ആർട്ടിക്കിൾ 12 ആ ഒരു സ്റ്റേറ്റ് എന്ന വാക്കിന്റെ ഡെഫിനേഷനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുവേ നമുക്ക് സ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ സംസ്ഥാനം എന്നായിരിക്കും ഓർമ്മ വരിക. കേരള സ്റ്റേറ്റ്, തമിഴ്നാട് സ്റ്റേറ്റ്, കർണാടക സ്റ്റേറ്റ്. എന്നാൽ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് ദ സ്റ്റേറ്റ് ഇൻക്ലൂഡ്സ്, ഒരു ഡെഫിനിഷൻ ആണ്. നമുക്ക് ആ ഡെഫിനിഷൻ തന്നെ നോക്കാം. ദ സ്റ്റേറ്റ് ഇൻക്ലൂഡ്സ് ദ ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ഗവൺമെന്റ് ആൻഡ് ദ ലെജിസ്ലേച്ചർ ഓഫ് ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ്സ് ആൻഡ് ഓൾ ലോക്കൽ ആൻഡ് അതർ അതോറിറ്റീസ് വിതിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതായത് ഒന്ന് ഗവൺമെന്റ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ നിയമനിർമ്മാണ സഭയാണ്, പാർലമെന്റ് ആണ്. ഇനി സ്റ്റേറ്റ് സംസ്ഥാനങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംസ്ഥാന ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ ആ സംസ്ഥാന ഗവൺമെന്റിലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഉണ്ട് അല്ലെ, നിയമനിർമ്മാണ സഭകളുണ്ട്, അതുണ്ട്. അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റീസ് ഉണ്ട്, അതർ അതോറിറ്റീസ് ഉണ്ട്. അതായത് ഇന്ത്യൻ ടെറിട്ടറിയുടെ ഉള്ളിലുള്ള ലോക്കൽ അതോറിറ്റീസ്, അതുപോലെ തന്നെ അതർ അതോറിറ്റീസ്, ഇതെല്ലാം സ്റ്റേറ്റ് എന്ന ഡെഫിനേഷന്റെ അണ്ടറിൽ വരുന്നതാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി ഗവൺമെന്റിന്റെ കേസിൽ, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ കേസിൽ ഏതൊക്കെയാണ് ഈ സ്റ്റേറ്റ് എന്ന ഡെഫിനേഷന്റെ അണ്ടറിൽ വരുന്നത് എന്ന് നോക്കുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ഇല്ലേ. നമുക്കറിയാം, പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്സ്, എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ്സ്, ഇതൊക്കെ എന്താണ്? ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അതുപോലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലെ സ്റ്റേറ്റ് എന്ന ഡെഫിനേഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പാർലമെന്റ് എടുക്കുകയാണെങ്കിൽ, നിയമനിർമ്മാണ സഭ എടുക്കുകയാണെങ്കിൽ പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ, ഇതും എന്താണ്? സ്റ്റേറ്റ് എന്ന വാക്കിന്റെ ഡെഫിനേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. സ്റ്റേറ്റ് എന്ന ഡെഫിനേഷൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഓരോ സംസ്ഥാനത്തോട്ട് വരാം. സംസ്ഥാനത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയും സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിൽ ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ്സും അതുപോലെ തന്നെ സംസ്ഥാന ലെജിസ്ലേച്ചറിലെ, സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ ഗവർണർ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇതൊക്കെ അറിയാം. ആ ഒരു നിയമനിർമ്മാണ സഭയിലെ 2 ഹൗസ് ആണ്. അപ്പം ഇതും എന്താണ്? സ്റ്റേറ്റ് എന്ന ഡെഫിനേഷന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലോക്കൽ അതോറിറ്റീസ്. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ലോക്കൽ അതോറിറ്റീസ്. ഈ ലോക്കൽ അതോറിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? അതിനകത്ത് മുനിസിപ്പൽ ബോർഡ്സ് വരുന്നുണ്ട്, പഞ്ചായത്ത് വരുന്നുണ്ട്, ഓക്കെ, അതുപോലെ ഡിസ്ട്രിക്ട് ബോർഡ്സ് വരുന്നുണ്ട്, പോർട്ട് കമ്മീഷണേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് അല്ലെങ്കിൽ മുനിസിപ്പൽ ഫണ്ട് തുടങ്ങിയവയുടെ അണ്ടറിൽ വരുന്ന ഓരോരോ എൻറ്റിറ്റീസ് ഉണ്ടാവും. ഇതെല്ലാം എന്താണ്? സ്റ്റേറ്റ് എന്ന ഡെഫിനേഷന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എന്നാൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ലോക്കൽ അതോറിറ്റീസ്, അതുപോലെ തന്നെ അതർ അതോറിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതിന് വ്യക്തമായ ഒരു ഇന്റർപ്രിട്ടേഷൻ നമ്മുടെ സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എൻറ്റിറ്റീസ് ദാറ്റ് എക്സസൈസ് പബ്ലിക് ഫങ്ഷൻസ് ആൻഡ് എൻറ്റിറ്റീസ് ദാറ്റ് ആർ സബ്ജക്ട് ടു കൺട്രോൾ ബൈ ദി ഗവൺമെന്റ്. ഓക്കെ, പബ്ലിക് ഫങ്ഷൻസ് എക്സസൈസ് ചെയ്യുന്ന എൻറ്റിറ്റീസ് ഉണ്ട്. ഓക്കെ, അവര് അതുപോലെ തന്നെ എന്താണ്? ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരുന്ന എൻറ്റിറ്റീസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? സ്റ്റേറ്റ് എന്ന ഡെഫിനേഷന്റെ അണ്ടറിൽ വരുന്നതാണെന്ന് സുപ്രീം കോടതി പറയണ്ടായി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഉണ്ട്. ആ കേസ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് 2002 കേസ് നടക്കുന്നത്. പ്രദീപ് കുമാർ ബിസ്വാസ് വൈസസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ബയോളജി. ഈ ഒരു കേസിന്റെ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഒന്നാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത്
ഓൾ ബോഡീസ് ക്രിയേറ്റഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ബൈ എ സ്റ്റാച്യു എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് ബോഡീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മുടെ CAG, കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഫിനാൻസ് കമ്മീഷൻ, ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ ആർട്ടിക്കിൾ കൊടുത്ത് അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ ബോഡീസ് ആണ് ഈ CAG, അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാർലമെന്റ് ഒരു ആക്ടിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട്. ഏതൊക്കെയാണ് പാർലമെന്റ് ഒരു ആക്ടിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഓൾറെഡി അറിയാം. അതായത് പിന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഓക്കെ, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, ഇതൊക്കെ എന്താണ്? പാർലമെന്റ് ഒരു ആക്ടിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ബോഡീസ്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കൺട്രോളിൽ വരുന്ന എൻറ്റിറ്റീസ് ഉണ്ട്, ബോഡീസ് ഉണ്ട്. അതെന്താണ്? അത് സ്റ്റേറ്റിന്റെ എന്ന ഡെഫിനേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ചില ബോഡീസ്, ഓക്കെ, ബോഡീസ് വിച്ച് ഹാസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവരെന്താണ്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ആ ഉണ്ടാക്കിയ റൂൾസും റെഗുലേഷൻസും എൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു പവർ എന്താണ്? ആ ഒരു ബോഡിക്ക് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ബോഡീസും എന്താണ്? ഈ സ്റ്റേറ്റ് എന്ന ഡെഫിനേഷന്റെ അണ്ടറിൽ വരുന്നതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ കേസ് ഏതാണ്? 2002 നടന്ന പ്രദീപ് കുമാർ ബിസ്വാസ് വൈസസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ബയോളജി, ഈ ഒരു കേസിന്റെ വെർഡിക്റ്റിലാണ് സുപ്രീം കോടതി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ പാർലമെന്റ് ഒരു ആക്ടിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ഏതൊക്കെയാണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതുപോലെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. ഇതൊക്കെ എന്താണ്? ഒരു പാർലമെന്റ് ഒരു ആക്ടിലൂടെ പാസ്സാക്കിയതാണ്. നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ് ഇൻ ദ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഓക്കെ, CVC, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം. കാരണം ഇവർക്ക് ഇവരുടേതായ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അത് അവർ എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്, അതിനുള്ള പവർ അവർക്കുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം എന്താണ്? സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൽ അതും സ്റ്റേറ്റ് എന്ന ഡെഫിനേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ആർട്ടിക്കിൾ 12 എന്ന് മനസ്സിലായി കാണും. കാരണം എന്നാൽ മാത്രമാണ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ, ഓക്കെ, അത് എങ്ങനെയെല്ലാം എവിടെയെല്ലാം ആപ്ലിക്കബിൾ ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് എന്നാൽ എന്ത് എന്നുള്ളത് വ്യക്തമായി തന്നെ അറിയണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾ 12മായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് മാറിക്കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ നോക്കേണ്ട ഏരിയ, ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ കൃത്യമായി പഠിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് ആർട്ടിക്കിൾ 12. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ 12മായി ബന്ധപ്പെട്ട് നമ്മുടെ PSCയിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഡിഗ്രി ലെവൽ എക്സാംസിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡിഗ്രി മെയിൻസിനാണ് വന്നത്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കി പോവാം. Which of the following come under the meaning of the term state as per Article 12 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇതാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അതുപോലെ തന്നെ ഓൾ ലോക്കൽ അതോറിറ്റീസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഓൾ പബ്ലിക് അതോറിറ്റീസ് ഇൻക്ലൂഡിംഗ് പബ്ലിക് കോർപ്പറേഷൻസ്. അതുപോലെ 4 വരുന്നത് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ്. ഇപ്പൊ നമ്മൾ ഇവിടെ വ്യക്തമായി തന്നെ പറഞ്ഞു ഇല്ലേ, അതായത് സ്റ്റേറ്റ് എന്ന ഡെഫിനേഷന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഗവൺമെന്റ് വരുന്നുണ്ട്, പാർലമെന്റ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വരുന്നുണ്ട്, അതുപോലെ ഡിപ്പാർട്ട്മെന്റ്സ്, ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്, ലോക്കൽ അതോറിറ്റീസ് വരുന്നുണ്ട്, അതർ അതോറിറ്റീസ് വരുന്നുണ്ട്. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്ത് അത് എൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു പവറുള്ള ബോഡീസ് എല്ലാം തന്നെ എന്താണ് ഈ ഒരു സ്റ്റേറ്റ് എന്ന ഡെഫിനേഷന്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം എന്താണ് ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ അത് വരുന്നുണ്ട്, ഓൾ ലോക്കൽ അതോറിറ്റീസ്, ഓൾ പബ്ലിക് അതോറിറ്റീസ് വരുന്നുണ്ട്, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. ഓക്കെ, പബ്ലിക് ഫംഗ്ഷൻസ് കൈകാര്യം ചെയ്യുന്ന എൻറ്റിറ്റീസ് ആണ് ഇവരൊക്കെ അല്ലേ. പക്ഷേ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ്. ഇതെന്താണ് സ്റ്റേറ്റ് എന്ന ഡെഫിനേഷന്റെ അണ്ടറിൽ വരുന്നതല്ല. അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണോ? ആൻസർ വരുന്നത് A ആണ്. ഓക്കെ, അതായത് ആൻസർ വരുന്നത് A ആണ്. സോറി, നമ്പർ ഇട്ടില്ല. ഒന്നാമത്തെ അതായത് ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഓൾ ലോക്കൽ അതോറിറ്റീസ്, ഓൾ പബ്ലിക് അതോറിറ്റീസ്, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഈ 1, 2, 3, 4 വരുന്ന ഓപ്ഷൻസ് അതേതാണ്? അത് Aയിലാണുള്ളത്. അപ്പോൾ ഇവിടെ
ആൻസർ വരുന്നത് ഏതാണ്? എ ആണ് വരുന്നത്. അപ്പൊ ഇത് PSC ഡിഗ്രി മെയിൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഈ ഒരു പ്രാധാന്യത്തെ ഉൾക്കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇതേപോലത്തെ എക്സാം പെർസ്പെക്റ്റീവിൽ, എക്സാം ഇമ്പോർട്ടൻസിൽ ഉള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്